കേരളത്തിലുണ്ടായ പ്രധാന മുന്നേറ്റങ്ങൾ, കേരള നവോത്ഥാനം, കേരളത്തിൽ രൂപം കൊണ്ട പ്രധാന പ്രസ്ഥാനങ്ങൾ, തിരുവിതാംകൂറിന്റെ ഭരണകാലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്നും നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത 250 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അതെ, ഓപ്ഷൻ എ അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ, അൽവാരോ വെൻഹോവ്. അടുത്ത ചോദ്യം, വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? എന്താണ് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്? അതെ, സെന്റ് ഗബ്രിയേൽ എന്നാണ് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്, സെന്റ് ഗബ്രിയേൽ. അടുത്ത ചോദ്യം, വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതെ, സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കർ, ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കരാണ് വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. ഈ സർദാർ കെ എം പണിക്കർ എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കേരള സിംഹം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സർദാർ കെ എം പണിക്കർ. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? അതെ, പറങ്കികൾ ആരാണ്? ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്ത ചോദ്യം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അതെ, ബർത്തലോമിയ ഡയസ് ആണ്. ഓപ്ഷൻ സി ബർത്തലോമിയ ഡയസ് ആണ്. അടുത്ത ചോദ്യം, കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട സ്ഥാപിച്ചത് ആരാണ്? കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി അൽബുക്കർക്കാണ് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ കോട്ട ഏതാണ്? അതെ, പള്ളിപ്പുറം കോട്ടയാണ്. പള്ളിപ്പുറം കോട്ടയാണ്. ആരാണ് പണിതത്? അൽബുക്കർക്കാണ് പണിതത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറം കോട്ടയാണ്. ആര് പണിതു? അൽബുക്കർക്കാണ് പണിതത്. അടുത്ത ചോദ്യം, ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതെ, ഓപ്ഷൻ ബി അൽമേഡ. അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതെ, അൽബുക്കർക്കാണ്. ഓപ്ഷൻ സി അൽബുക്കർക്കാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാസ്കോഡഗാമ മരിച്ച വർഷം. ദിവസമല്ല കേട്ടോ, വർഷമാണ്. വാസ്കോഡഗാമ മരണപ്പെട്ട വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 1524 വാസ്കോഡഗാമ അന്തരിച്ചത്. വാസ്കോഡഗാമ മരിച്ച വർഷമാണ് 1524. അടുത്ത ചോദ്യം, വാസ്കോഡഗാമയുടെ മരണത്തിന് കാരണമായ രോഗം. വാസ്കോഡഗാമയുടെ മരണത്തിന് കാരണമായ രോഗം ഏതാണ്? ഏത് രോഗം ബാധിച്ചാണ് വാസ്കോഡഗാമ മരണപ്പെട്ടത്?
ഏത് രോഗമാണ്? അതെ, ഓപ്ഷൻ സി മലേറിയ ആണ്. ഓപ്ഷൻ സി മലേറിയ. വാസ്കോഡ ഗാമ മരണപ്പെട്ടത് മലേറിയ ബാധിച്ചിട്ടാണ്. ഏതാണ്? മലേറിയ. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്? പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിപ്പടയുടെ തലവൻ ആരാണ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്? ആരാണ്? കുഞ്ഞാലി മരക്കാരാണ്. എല്ലാവർക്കും അറിയാലോ. ഓപ്ഷൻ എ കുഞ്ഞാലി മരക്കാറാണ് ഉത്തരം. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ. അടുത്ത ചോദ്യം, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ട ഏതാണ്? ഏതാണ്? അതെ, ചാലിയം കോട്ടയാണ്. ഓപ്ഷൻ ബി ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ഏതാണ്? കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ. താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാണ്? അതെ, ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമനാണ് പട്ടുമരക്കാർ എന്നറിയപ്പെടുന്നത്. പട്ടുമരക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. അടുത്ത ചോദ്യം, അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ. അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി ആരാണ്? അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അതെ, കുഞ്ഞാലി മൂന്നാമനെയാണ്. ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമനെയാണ് അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യത്തിന്റെ പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ എ ഫതഹുൽ മുബീൻ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഫതഹുൽ മുബീൻ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫതഹുൽ മുബീൻ. അടുത്ത ചോദ്യം, മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ. മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ ആരാണ്? അതെ, കുഞ്ഞാലി നാലാമനാണ്. ഓപ്ഷൻ ഡി കുഞ്ഞാലി നാലാമനാണ് മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്? അതെ, സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ്. പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മക്തൂം രണ്ടാമനാണ്. സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ. ഓപ്ഷൻ ഡി സൈനുദ്ദീൻ മക്തൂം രണ്ടാമനാണ് പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ്. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതാരാണ്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് ആരാണ് നൽകിയത്? അതെ, ഓപ്ഷൻ സി ആറ്റിങ്ങൽ റാണിയാണ്. ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. എപ്പോഴാണ് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്? എപ്പോഴാണ്? 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് എപ്പോഴാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്.
അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഏതാണ് ആദ്യത്തെ സംഘടിത കലാപം? ഏതാണ്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. എപ്പോഴാണ് നടന്നത്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ് നടന്നത്? 1721. ആദ്യത്തെ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ മാത്രമാണ് ആറ്റിങ്ങൽ കലാപം എഴുതാൻ പറ്റുള്ളൂ. ഇനി വേറൊരു ചോദ്യം അവിടുന്ന് വരും. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആരാണ്? ഗിഫോർഡ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? നമ്മൾ ഇതപ്പോ പറഞ്ഞോളൂ. എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? അതെ, ഓപ്ഷൻ ബി 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്? 1721. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അതെ, ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ചവിട്ടുനാടകമാണ്. ഓപ്ഷൻ ഡി ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ടുനാടകം. ഏതാണ്? ചവിട്ടുനാടകം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വിദേശ ശക്തി ആരാണ്? ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ യൂറോപ്യന്മാർ ആരാണ്? അല്ലെങ്കിൽ വിദേശ ശക്തികൾ ആരാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വിദേശ ശക്തി. അടുത്ത ചോദ്യം, കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി ആരാണ്? ഓപ്ഷൻ ബി ഡച്ചുകാരാണ്. ഓപ്ഷൻ ബി ഡച്ചുകാരാണ് കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ. അടുത്ത ചോദ്യം, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാണ്? 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഓപ്ഷൻ എ 1602. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ്. നേരത്തെ നമ്മൾ എന്തോ പഠിച്ചില്ലേ? എന്താണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇവിടെ എന്താണ്? ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഇനി പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരും ആണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം വളരെ തവണ റിപ്പീറ്റ് ചെയ്തു വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഏത് യുദ്ധമാണ്? കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധമാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം. മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായും പഠിച്ചിരിക്കണം. എന്താണ്? ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. എപ്പോഴാണ് നടന്നത്?
1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. എപ്പോ നടന്നു? 1741 നടന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ആരൊക്കെ തമ്മിലാണ്? നമ്മൾ ഇതപ്പോ പറഞ്ഞോളൂ. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കി അടച്ച ക്യാപ്റ്റൻ ആരാണ്? 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കി അടച്ച ക്യാപ്റ്റൻ ആരാണ്? അതെ, ഓപ്ഷൻ സി, ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ്. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ്? കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ്? അതെ, ഓപ്ഷൻ ബി, ഡച്ചുകാരാണ് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ആരാണ്? ഡച്ചുകാരാണ്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഓപ്ഷൻ സി, ശ്രീരംഗപട്ടണം സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? അതെ, വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ ബി, വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. അടുത്ത ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? അതെ, പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഓപ്ഷൻ ബി, പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ആരാണ്? ഓപ്ഷൻ ബി, സർദാർ കെ എം പണിക്കരാണ്. അതെ, ഓപ്ഷൻ ബി, സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്. അടുത്ത ചോദ്യം, പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്ന്. പഴശ്ശിരാജ എന്നാണ് വധിക്കപ്പെട്ടത്? ഓപ്ഷൻസ് നോക്കിയോ? പഴശ്ശിരാജ എന്നാണ് വധിക്കപ്പെട്ടത്? 1805 നവംബർ 30, 1865 ഡിസംബർ 1, 1809 ജനുവരി 11, 1810 ജനുവരി 1 എന്നാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ടത്? അതെ, ഓപ്ഷൻ എ, 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്? ഏത് വർഷമാണ്? വർഷം ഏതാണ്? 1809. എപ്പോഴാണ്? 1809 നടത്തിയത്. എപ്പോഴാണ്? ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. അടുത്ത ചോദ്യം, പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്? എവിടെ? മണ്ണടിയിൽ വെച്ചാണ്. മണ്ണടി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? മണ്ണടി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? ഓപ്ഷൻ എ, റങ്കൂൺ. ഓപ്ഷൻ ബി, മദ്രാസ്. ഓപ്ഷൻ സി, ഡൽഹി. ഓപ്ഷൻ ഡി, അഹമ്മദാബാദ്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? അതെ, ഓപ്ഷൻ ബി, മദ്രാസ് ആണ്. ഓപ്ഷൻ ബി, മദ്രാസ് ആണ്. ഓപ്ഷൻ എ, റങ്കൂൺ. ആരെയാണ് റങ്കൂണിലേക്ക് നാടുകടത്തിയത്? അറിയോ? റങ്കൂണിലേക്ക് ആരെയാണ് നാടുകടത്തിയത്? 1857 വിപ്ലവത്തിൽ ആരെയോ നാടുകടത്തിയില്ലേ റങ്കൂണിലേക്ക്? അതെ, ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്കാണ് നാടുകടത്തിയത്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? മദ്രാസിലേക്കാണ്. റങ്കൂണിലേക്ക് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ് റങ്കൂണിലേക്ക് നാടുകടത്തിയത്. പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദ്രാസിലേക്കാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം എപ്പോഴാണ്? 1861. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്.
കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത് സ്ഥലം തൊട്ട് ഏത് സ്ഥലം വരെ ആയിരുന്നു? കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത. എന്നാണ്? 1861 നിർമ്മിച്ചത്. എങ്ങോട്ടായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു ആദ്യത്തെ റെയിൽപാത. അടുത്ത ചോദ്യം, മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ബി ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ ഡി ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? അതെ, ഓപ്ഷൻ ബി ലോഗൻ കമ്മീഷൻ ആണ്. ലോഗൻ കമ്മീഷൻ, വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏതാണ്? ലോഗൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എപ്പോഴാണ്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് എപ്പോഴാണ്? അതെ, ഓപ്ഷൻ എ 1865 തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. അടുത്ത ചോദ്യം, ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത്? ആരാണ്? അതെ, ഓപ്ഷൻ എ കൊനോലിയാണ്. ഓപ്ഷൻ എ കൊനോലി. ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത്? ഉത്തരം എന്താണ്? കൊനോലിയാണ്. കൊനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായത്? എവിടെയാണ്? ഓപ്ഷൻ എ ആലപ്പുഴയിലാണ്. ഓപ്ഷൻ എ ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. ഓപ്ഷൻ എ ആലപ്പുഴ. ഓപ്ഷൻ എ ആലപ്പുഴയാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ കേരള ബാങ്ക്, ഓപ്ഷൻ ബി നെടുമങ്ങാടി ബാങ്ക്, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി ഗ്രാമീണ ബാങ്ക്. കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി നെടുമങ്ങാടി ബാങ്ക് ആണ്. ഏതാണ്? നെടുമങ്ങാടി ബാങ്ക് ആണ് കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ഓപ്ഷൻ എ അർണോസ് പാതിരി, ഓപ്ഷൻ ബി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ സി ആഞ്ചലോസ് ഫ്രാൻസിസ്, ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ സി ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓപ്ഷൻ സി ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് നമ്മുടെ ഉത്തരം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. അടുത്ത ചോദ്യം, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആധ്യാത്മരാമായണം, ഓപ്ഷൻ ബി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥം, ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണം. ഏതാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥമാണ് നമ്മുടെ ഉത്തരം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഓപ്ഷൻ ബി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഓക്കെ ആണല്ലോ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ അർണോസ് പാതിരി, ഓപ്ഷൻ ബി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ സി ആഞ്ചലോസ് ഫ്രാൻസിസ്, ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടട്ട്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടട്ട് ആണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായ്, ഗൗരി പാർവതിബായ്, മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ. ആരാണ്? ഓപ്ഷൻ ബി ഗൗരി പാർവതിബായി ആണ് നമ്മുടെ ഉത്തരം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്ത ചോദ്യം,
ഡച്ചുകാർ ഏത് ഭരണാധികാരിയുമായാണ് മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത്? ആരുമായിട്ടാണ്? ശ്രീമൂലം തിരുനാൾ, ആറ്റിങ്ങൽ റാണി, മാർത്താണ്ഡവർമ്മ, ടിപ്പു സുൽത്താൻ. ഡച്ചുകാർ ഏതു ഭരണാധികാരിയുമായാണ് മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത്? ആരാണ്? ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മയുമായാണ് മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, ഡച്ചുകാർ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ച സ്ഥലം എവിടെ? കുളച്ചൽ, അഞ്ചുതെങ്ങ്, മണ്ണടി, പള്ളിപ്പുറം. ഡച്ചുകാർ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ഡി, പള്ളിപ്പുറമാണ്. ഓപ്ഷൻ ഡി, പള്ളിപ്പുറമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, പരന്തിരീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ ആരാണ്? ഓപ്ഷൻ എ, ഡച്ചുകാർ. ഡച്ചുകാരാണോ? ഡച്ചുകാരെ എന്താണ് വിളിക്കപ്പെട്ടിരുന്നത്? എന്താണ്? ലന്തക്കാർ എന്നാണ് ഡച്ചുകാരെ വിളിച്ചിരുന്നത്. ഫ്രഞ്ചുകാരെ എന്താണ് വിളിക്കുക? പരന്തിരീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി, ഫ്രഞ്ചുകാരാണ്. ഓപ്ഷൻ ബി, ഫ്രഞ്ചുകാരാണ് പരന്തിരീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ. ഓപ്ഷൻ സി, പോർച്ചുഗീസുകാരെ എന്താണ് വിളിച്ചിരുന്നത്? പറങ്കികൾ എന്നാണ്. പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത്. ഇംഗ്ലീഷുകാർ എന്നത് ആരുടെ വിളിപ്പേരാണ്? ബ്രിട്ടീഷുകാരുടെ വിളിപ്പേരാണ് ഇംഗ്ലീഷുകാർ എന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഓപ്ഷൻ ബി, ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തികളാണ് ഫ്രഞ്ചുകാർ. അത് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. പോഡ ബീഫെ എന്ന് പഠിച്ചാൽ മതി. എന്താണ്? പോഡ ബീഫെ. അതെന്തിനാ അങ്ങനെ പഠിച്ചത്? പോഡ എന്നുള്ളതിൽ പോ ആദ്യം എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാർ. പിന്നെ ആരാ? പോഡ, ഡ അല്ലേ? ഡച്ചുകാർ. പിന്നെന്താ? ബി, ബ്രിട്ടീഷുകാർ. പിന്നെന്താണ്? ബീഫെ, ഫ്രഞ്ചുകാർ. അങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? പോഡ ബീഫെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഫ്രഞ്ചുകാരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന് അവസാനം കുറിക്കപ്പെട്ട യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന് അവസാനം കുറിക്കപ്പെട്ട യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ, വാണ്ടിവാഷ് യുദ്ധമാണ്. ഓപ്ഷൻ എ, വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന് അവസാനം കുറിക്കപ്പെട്ട യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? ഓപ്ഷൻ ബി, കുളച്ചൽ യുദ്ധമാണ്. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിന് അവസാനം കുറിക്കപ്പെട്ട യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഓപ്ഷൻ എ, വാണ്ടിവാഷ് യുദ്ധം. അടുത്ത ചോദ്യം, കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. ചോദ്യം ശ്രദ്ധിക്കണം. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഓപ്ഷൻ സി, മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഓപ്ഷൻ സി, മാസ്റ്റർ റാൽഫിച്ച്. ഓപ്ഷൻ സി, മാസ്റ്റർ റാൽഫിച്ച് ആണ് കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. അടുത്ത ചോദ്യം, മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ്, ഗിഫോർഡ്, മാസ്റ്റർ റാൽഫിച്ച്, വില്യം ഹോക്കിൻസ്. ആരാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ഓപ്ഷൻ സി, മാസ്റ്റർ റാൽഫിച്ച് ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ്? ഇംഗ്ലീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ്? അഞ്ചുതെങ്ങാണ്. എവിടെയാണ്? അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ട പണിത വർഷം എപ്പോഴാണ്? 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് എപ്പോഴാണ്? 1697. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്നാണ്? എപ്പോഴാണ് ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചുതെങ്ങ് കലാപം നടന്നത്? എപ്പോഴാണ്? ഇപ്പൊ പറഞ്ഞാലുള്ളൂ. 1697. ഓപ്ഷൻ ഡി, 1697. ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. അടുത്ത ചോദ്യം, മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ചാന്നാർ ലഹളയാണ്. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, 1859 മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ഉത്രം തിരുനാളാണ്. ഓപ്ഷൻ സി, ഉത്രം തിരുനാളാണ് നമ്മുടെ ഉത്തരം. 1859 മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാളാണ്. ആരാണ്? ഉത്രം തിരുനാളാണ്.
അടുത്ത ചോദ്യം, നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. നാണു ആശാൻ എന്നാരെയാണ് വിളിക്കപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ആണ് നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളി അതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി അതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാണ്? 1888 ഓപ്ഷൻ ബി 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? 1887 ഓപ്ഷൻ എ ആണ്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1887. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1888. ഓപ്ഷൻ ബി 1888. ഓപ്ഷൻ ബി 1888. അടുത്ത ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരം സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ, ആലുവ അദ്വൈതാശ്രമത്തിൽ, മണ്ണടി ക്ഷേത്രത്തിൽ, ഇവയൊന്നുമല്ല. ഏതാ നമ്മുടെ ഉത്തരം? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരം സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഓപ്ഷൻ എ അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത്. എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. അടുത്തത്, ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യ വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യ വാഴണം വാഴണം സുഖം. ഇത് ആരുടെ വാക്കുകളാണ്? ആരെഴുതിയ വരികളാണിത്? ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതിയിലെ വരികളാണ്. എന്താണ്? ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യ വാഴണം വാഴണം സുഖം. അടുത്ത ചോദ്യം, ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അതെ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ രചയിതാവ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പി കൃഷ്ണൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? പി കൃഷ്ണൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, ടി കെ മാധവൻ. ആരാണ് നടത്തിയത്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? അതെ, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ സി കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1931, 1924, 1930, 1939. ഇതിൽ ഏത് വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? ഏതാണ്? ഓപ്ഷൻ എ 1931. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എപ്പോഴാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്?
എപ്പോഴാണ്? 1936 നവംബർ 12-നാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്. എപ്പോഴാണ്? 1936 നവംബർ 12. ഓപ്ഷൻ ബി 1936 നവംബർ 12-നാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്. അടുത്ത ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരാണ്? ആനി ബസന്റ്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഇവയൊന്നുമല്ല. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ എ ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷയാണ് ആനി ബസന്റ്. എവിടെ വെച്ചാണ് നടന്നത്? ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട് വെച്ച്. ഏത് വർഷമാണ് നടന്നത്? 1916 പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത്. അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ഏത് വർഷം? 1916 പാലക്കാട് വെച്ച് നടന്നു. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തി ആരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ഷൗക്കത്ത് അലിയാണ്. ഓപ്ഷൻ സി ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തിയാണ് ഷൗക്കത്ത് അലി. അടുത്ത ചോദ്യം, മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഓപ്ഷൻ എ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. അടുത്ത ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം ഏത് വർഷമാണ് നടന്നത്? 1924, 1921, 1941, 1936. ഇതിൽ ഏത് വർഷമാണ് മലബാർ കലാപം നടന്നത്? എപ്പോഴാണ്? 1921. ഓപ്ഷൻ ബി 1921-ലാണ് മലബാർ കലാപം നടന്നത്. അടുത്ത ചോദ്യം, നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ കെ കേളപ്പനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാണ്? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ ബി മേനോൻ, മന്നത്ത് പത്മനാഭൻ. ആരാണ്? കെ ബി മേനോനാണ്. ഓപ്ഷൻ സി കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി. ഓപ്ഷൻ സി കെ ബി മേനോനാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്, കെ എം പണിക്കർ, സി ശങ്കരൻ നായർ, തകഴി. ആരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ സി സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. ഓപ്ഷൻ സി സി ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ് ആണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന, വന്ദേമാതരം, വഞ്ചീശമംഗളം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഏതാണ്? ജനഗണമനയാണോ? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. ആരാണ് വന്ദേമാതരം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതാണ്? ഓപ്ഷൻ സി വഞ്ചീശമംഗളമാണ്. ഏതാണ്? വഞ്ചീശമംഗളം. ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ്, ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. വന്ദേമാതരം ദേശീയ ഗീതം. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. പിന്നെ ഇവിടെ എന്താണ്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഇത് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഓപ്ഷൻ സി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തൃപ്പടിദാനം നടന്ന വർഷം എപ്പോഴാണ്? ഒന്നാം തൃപ്പടിദാനം നടന്നത് 1750 ഓപ്ഷൻ സി 1750 ഒന്നാം തൃപ്പടിദാനം നടന്നത്. ഒന്നാം തൃപ്പടിദാനം നടന്നത് എപ്പോഴാണ്? 1750 ആരാണ് നടത്തിയത്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, കാർത്തിക തിരുനാൾ, സ്വാതി തിരുനാൾ. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ് ഓപ്ഷൻ സി കാർത്തിക തിരുനാൾ. ആരാണ്? ഓപ്ഷൻ സി കാർത്തിക തിരുനാളാണ് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, കാർത്തിക തിരുനാൾ, സ്വാതി തിരുനാൾ. ആരാണ്? ഓപ്ഷൻ സി കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. ആരാണ്? കാർത്തിക തിരുനാൾ. അടുത്ത ചോദ്യം, രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ സി കാർത്തിക തിരുനാളാണ്. രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. കാർത്തിക തിരുനാൾ. അടുത്ത ചോദ്യം, ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ്. ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, കാർത്തിക തിരുനാൾ, സ്വാതി തിരുനാൾ. എന്താണ് ചോദ്യം? ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ സി കാർത്തിക തിരുനാളാണ്. ഓപ്ഷൻ സി കാർത്തിക തിരുനാളാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? എന്താണ്? ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. ബാലരാമ ഭാരതം ബാലരാമവർമ്മ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവി. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവി ആരാണ്? ആരാണ്? കെ എം പണിക്കർ, ഉള്ളൂർ, ഉണ്ണായി വാര്യർ, ജി ശങ്കരക്കുറുപ്പ്. ആരാണ്? ഓപ്ഷൻ സി ഉണ്ണായി വാര്യരാണ്. ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. അടുത്ത ചോദ്യം, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ ആരാണ്? വേലുത്തമ്പി ദളവ, രാജാ കേശവദാസ്, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ഉമ്മിണിത്തമ്പി. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ ആരാണ്? ഓപ്ഷൻ ബി രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജാ കേശവദാസ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? ആരാണ് രാജ എന്ന പദവി നൽകിയത്? അതെ, ഓപ്ഷൻ ബി മോണിംഗ്ടൺ പ്രഭുവാണ്. ആരാണ്? മോണിംഗ്ടൺ പ്രഭുവാണ് കേശവദാസിന് രാജ എന്ന പദവി നൽകിയത്. ഏത് പ്രഭുവാണ്? മോണിംഗ്ടൺ പ്രഭുവാണ്. അടുത്ത ചോദ്യം, ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, അവിട്ടം തിരുനാൾ, സ്വാതി തിരുനാൾ. ആരാണ് ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്? ആരാണ്? ഓപ്ഷൻ സി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? ആരാണ്? ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി. ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ ആരാണ്? ആരാണ്? ടി എൽ സ്ട്രേഞ്ച്, ടി എച്ച് ബാബർ,
കേണൽ മൺറോ ഗിഫോർഡ്. ആരാണ് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ? ആരാണ്? ഓപ്ഷൻ സി കേണൽ മൺറോ ആണ്. കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺറോ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി. ചോദ്യം എന്താണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി ഗൗരി പാർവതിബായി ആണ്. ഗൗരി പാർവതിബായി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണ കാലഘട്ടമാണ്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണ കാലഘട്ടമാണ്? ആരുടെയാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാളിന്റെ ഭരണ കാലഘട്ടമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? അക്ബറിന്റെ ഭരണകാലത്താണ്. ആരുടെയാണ്? അക്ബറിന്റെ ഭരണകാലത്താണ് മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ആരാണ്? തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം, സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആരാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ് സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യം, 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി. 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം, സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി. ഉള്ളൂർ, ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, MT വാസുദേവൻ നായർ. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പിയാണ്. ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി ആയിരുന്നത്. ഇരയിമ്മൻ തമ്പി. അടുത്ത ചോദ്യം, ഓമനത്തിങ്കൾ കിടാവേ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓമനത്തിങ്കൾ കിടാവേ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവേ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. കുതിരമാളിക സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ഇവരിൽ ആരാണ് കുതിരമാളിക സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ആരാണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ്. കുതിരമാളിക സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്?
കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? ആരുടെയാണ്? ഓപ്ഷൻ സി ഉത്രം തിരുനാൾ. ആരുടെയാണ്? ഓപ്ഷൻ സി ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ഉത്രം തിരുനാൾ, സ്വാതി തിരുനാൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ സി ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ. എപ്പോഴായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? കുണ്ടറ വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം, പണ്ടാരപ്പാട്ട വിളംബരം, നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ആർക്കാണ്? ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി, ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മിബായി, ഉത്രം തിരുനാൾ. ആരാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? അതെ, ഓപ്ഷൻ സി റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. അടുത്ത ചോദ്യം, ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായി ആണ്. ഓപ്ഷൻ സി റാണി സേതു ലക്ഷ്മിബായി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാൾ. ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, അവിട്ടം തിരുനാൾ. ആരാണ്? ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആര്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആരാണ്? ധർമ്മരാജ, സാമൂതിരി, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ. ആരാണ്? ഓപ്ഷൻ സി പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത്. ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. എപ്പോഴാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം? എപ്പോഴാണ്? ഓപ്ഷൻ എ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. ഓപ്ഷൻ എ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. 1800 മുതൽ 1805 വരെ. അപ്പോ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എപ്പോഴാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്?
ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? ആരാണ്? TH ബാബർ ആണ്. TH ബാബർ. ഓപ്ഷൻ സി TH ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അടുത്ത ചോദ്യം, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ ഡി ആർത്തർ വെല്ലസ്ലി ആണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാർക്കാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇത് ആരുടെ വാക്കുകളാണ്? ആരാണ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? ആരാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. ഇവരിൽ ആരാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ? ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം, ചാന്നാർ ലഹള, പുന്നപ്ര വയലാർ സമരം, ആറ്റിങ്ങൽ കലാപം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരം. അടുത്ത ചോദ്യം, 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആര്? ആരാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. വർഷം എപ്പോഴാണ്? 1896 1896 ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് ഡോക്ടർ പൽപ്പു സമർപ്പിച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകൾ? അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുള്ളൂ എന്ന് ആരുടെ വാക്കുകൾ? ആരുടെ വാക്കുകളാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുള്ളൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, SNDP സ്ഥാപിതമായ വർഷം. SNDP സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം എപ്പോഴാണ്?
ഓപ്ഷൻ സി 1903 SNDP സ്ഥാപിതമായത്. SNDP സ്ഥാപിതമായത് 1903. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. ഓപ്ഷൻ സി വക്കം മൗലവിയാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം. ഏതു വർഷമാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? 1891, 1893, 1888, 1896. എപ്പോഴാണ്? ഓപ്ഷൻ ബി 1893 അയ്യൻകാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേകം വംശത്തിൽ ചിത്രങ്ങൾ. ആരുടെ വരികൾ? കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേകം വംശത്തിൻ ചിത്രങ്ങൾ. ആരുടെ വരികളാണ്? ആരാണ്? ഓപ്ഷൻ എ കുമാരൻ ഗുരുദേവന്റെ വരികളാണ്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേകം വംശത്തിൻ ചിത്രങ്ങൾ. ആരുടെ വരികളാണ്? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് അതെ കുമാര ഗുരുദേവനാണ്. ഓപ്ഷൻ എ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ONV, VT ഭട്ടതിരിപ്പാട്, കുമാരനാശാൻ, പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ് ഋതുമതി എന്ന നാടകം രചിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, പ്രേംജി, നന്ദലാൽ ബോസ്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി പ്രേംജിയാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ആനി ബസന്റ്, ടി പ്രകാശം, ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ടി പ്രകാശമാണ്. ടി പ്രകാശമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു, ടി പ്രകാശം, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ഓപ്ഷൻ ബി ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. ആരാണ്? ടി പ്രകാശമാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി ഏതാണ്? ഫതഹുൽ മുബീൻ, തൂഫത്തുൽ മുജാഹിദീൻ, മോക്ഷപ്രദീപം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഏതാണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി? തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ ആണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി. കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? കൃഷ്ണഗാഥ രചിച്ചത് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, അക്കിത്തം, പൂന്താനം. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. ഓപ്ഷൻ ബി ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? വേലുത്തമ്പി ദളവയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ തിരുവനന്തപുരം, മണ്ണടി, കായംകുളം, കുണ്ടറ. എവിടെയാണ് വേലുത്തമ്പി ദളവയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരത്താണ് നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.
തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ്? രാജ കേശവദാസ്, വേലുത്തമ്പി ദളവ, ഉമ്മിണിത്തമ്പി ടി മാധവറാവു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ്? ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് തിരുവിതാംകൂർ ദിവാനായ വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? തലക്കൽ ചന്തു, രാമനമ്പി, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. ആരാണ്? രാമൻ നമ്പി. രാമനമ്പി എന്നും വരും. രാമനമ്പി എന്ന് തന്നാലും രാമൻ നമ്പി എന്ന് തന്നാലും ഒരാളാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. മാപ്പിള കലാപങ്ങളുടെ കാലത്ത് 1855 കലാപകാരികൾ വധിച്ച മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് ആരാണ്? ടി.എൽ. സ്ട്രേഞ്ച്, എച്ച്.വി. കനോലി, വില്യം ലോഗൻ, ടി.എച്ച്. ബാബർ. മാപ്പിള കലാപങ്ങളുടെ കാലത്ത് 1855 കലാപകാരികൾ വധിച്ച മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് എച്ച്.വി. കനോലിയാണ്. ഓപ്ഷൻ ബി എച്ച്.വി. കനോലിയാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ഹെർമൻ ഗുണ്ടർ, ഗിഫോർഡ്, വില്യം ലോഗൻ, വില്യം ഡോവ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി വില്യം ലോഗൻ ആണ്. വില്യം ലോഗൻ. 1921 മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് ആരാണ്? കമ്മത്ത് ചിന്നമ്മ, തട്ടേക്കാട് മാധവി അമ്മ, എ.വി. കുട്ടിമാളു അമ്മ, ആര്യ പള്ളം. 1921 മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. ഓപ്ഷൻ എ കമ്മത്ത് ചിന്നമ്മയാണ് നമ്മുടെ ഉത്തരം. ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921 എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആർ.എച്ച്. ഹിച്ച്കോക്ക് ആണ്. ആർ.എച്ച്. ഹിച്ച്കോക്ക് ആണ്. ഓപ്ഷൻ സി ആർ.എച്ച്. ഹിച്ച്കോക്ക് ആണ് ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921 എന്ന കൃതി രചിച്ചത്. മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ കെ മാധവൻ നായരാണ്. കെ മാധവൻ നായരാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത് ആരാണ്? കെ മാധവൻ നായർ, ഉറൂബ്, കുമാരനാശാൻ, അബ്ദുറഹ്മാൻ. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത് ഓപ്ഷൻ സി കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിനു ശേഷമുള്ള 3 തലമുറകളുടെ കഥ പറഞ്ഞ ഉറൂബിന്റെ നോവൽ ഏതാണ്? ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, ആമിന, കുഞ്ഞമ്മയും കൂട്ടുകാരും. മലബാർ കലാപത്തിന് ശേഷമുള്ള 3 തലമുറകളുടെ കഥ പറഞ്ഞ ഉറൂബിന്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഓപ്ഷൻ ബി സുന്ദരികളും സുന്ദരന്മാരും. വാഗൺ ട്രാജഡി ദുരന്തം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം, കീഴരിയൂർ പ്രക്ഷോഭം, മലബാർ കലാപം, പഴശ്ശി കലാപം. വാഗൺ ട്രാജഡി ദുരന്തം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി മലബാർ കലാപമാണ് നമ്മുടെ ഉത്തരം. വാഗൺ ട്രാജഡി സംഭവം നടന്നത് എന്നാണ്? എപ്പോഴാണ്? 1921 ഡിസംബർ 10, 1921 നവംബർ 10, 1922 ഡിസംബർ 19, 1921 നവംബർ 19. വാഗൺ ട്രാജഡി സംഭവം നടന്നത് 1921 നവംബർ 19. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 1921 നവംബർ 19 വാഗൺ ട്രാജഡി സംഭവം നടന്നത്. വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി നേപ്പ് കമ്മീഷനാണ്. നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ചത്.
1921 മലബാർ കലാപകാലത്തെ മലബാറിലെ ജില്ലാ പോലീസ് മേധാവി. 1921 മലബാർ കലാപകാലത്ത് മലബാറിലെ ജില്ലാ പോലീസ് മേധാവി ആരായിരുന്നു? ഓപ്ഷൻ സി ഹിച്ച്കോക്ക് ആയിരുന്നു. ഓപ്ഷൻ സി ഹിച്ച്കോക്ക് ആണ് 1921 മലബാർ കലാപകാലത്ത് മലബാറിലെ ജില്ലാ പോലീസ് മേധാവി. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഞ്ചേരി, കോട്ടക്കുന്ന്, മണ്ണടി, തിരൂര്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ബിപിൻ ചന്ദ്ര, ഇർഫാൻ ഹബീബ്, സുമിത് സർക്കാർ, രാമചന്ദ്ര ഗുഹ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. ഓപ്ഷൻ സി സുമിത് സർക്കാർ ആണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന മലബാറുകാരൻ ആരാണ്? കെ പി കേശവമേനോൻ, സി വിജയരാഘവനാചാരി, സി ശങ്കരൻ നായർ, ടി പ്രകാശം. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന മലബാറുകാരനാണ് സി ശങ്കരൻ നായർ. ഓപ്ഷൻ സി സി ശങ്കരൻ നായരാണ് നമ്മുടെ ഉത്തരം. ആരമ്മേ ഗാന്ധി എന്ന കവിതയുടെ രചയിതാവ്. ആരമ്മേ ഗാന്ധി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആരമ്മേ ഗാന്ധി എന്ന കവിത രചിച്ചത്. ഓപ്ഷൻ ബി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത്. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, എൻ വി കൃഷ്ണവാര്യർ, എം ടി വാസുദേവൻ നായർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് എൻ വി കൃഷ്ണവാര്യരാണ്. ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യരാണ് ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? എപ്പോഴാണ്? ഓപ്ഷൻ ഡി 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. എപ്പോഴാണ്? ഓപ്ഷൻ ഡി 1908 രൂപീകരിക്കപ്പെട്ടത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? പാലക്കാട്, കോഴിക്കോട്, മഞ്ചേരി, പയ്യന്നൂർ. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. എവിടെയാണ്? പാലക്കാട് വെച്ചാണ്. ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? അമരാവതി, നാഗ്പൂർ, ലക്നൗ, സൂററ്റ്. ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് നാഗ്പൂരിൽ വെച്ചാണ്. ഓപ്ഷൻ ബി നാഗ്പൂർ ആണ് നമ്മുടെ ഉത്തരം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത് ഏതു വർഷമാണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്ന വർഷം എപ്പോഴാണ്? 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏതു സമ്മേളനത്തിലായിരുന്നു? ഒറ്റപ്പാലം, കോഴിക്കോട്, മഞ്ചേരി, പയ്യന്നൂർ. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി പയ്യന്നൂർ സമ്മേളനത്തിലാണ് ആവശ്യപ്പെട്ടത്. പയ്യന്നൂർ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രം? മാതൃഭൂമി, അൽ അമീൻ, മിതവാദി, ദേശാഭിമാനി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ ആരംഭിച്ച പത്രമാണ് ഓപ്ഷൻ എ മാതൃഭൂമി. ഏതാണ്? ഓപ്ഷൻ എ മാതൃഭൂമിയാണ് നമ്മുടെ ഉത്തരം. കോഴിക്കോട് നിന്ന് 1924 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? മൊയ്തു മൗലവി, അലി മുസ്ലിയാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, വക്ക മൗലവി.
കോഴിക്കോട് നിന്ന് 1924 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് നമ്മുടെ ഉത്തരം. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് ആരാണ്? മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മൊയ്തു മൗലവി, കെ കേളപ്പൻ, മങ്കട കൃഷ്ണവർമ്മരാജ, ബാരിസ്റ്റർ ജി.പി. പിള്ള. ആരാണ്? ഓപ്ഷൻ സി മങ്കട കൃഷ്ണവർമ്മരാജയാണ്. മങ്കട കൃഷ്ണവർമ്മരാജയാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി കെ കേളപ്പൻ എന്താണ് അറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള, മൊയ്തു മൗലവി, കെ.പി. കേശവമേനോൻ, കെ കേളപ്പൻ. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ.പി. കേശവമേനോനാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കെ.പി. കേശവമേനോനാണ് കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ കെ.പി. കേശവമേനോന്റെ ആത്മകഥ. കഴിഞ്ഞ കാലം, ഒരു വ്യാഴവട്ട സ്മരണകൾ, മലബാർ സന്യാസി, ആത്മകഥ. താഴെ തന്നിരിക്കുന്നതിൽ കെ.പി. കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം എന്നാണ് കെ.പി. കേശവമേനോന്റെ ആത്മകഥയുടെ പേര്. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഏതാണ്? 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം നിയമലംഘന പ്രസ്ഥാനമാണ്. ഓപ്ഷൻ ബി നിയമലംഘന പ്രസ്ഥാനമാണ് 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാന വേദിയായത് എവിടെയാണ്? കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാന വേദിയായത് പയ്യന്നൂരാണ്. ഓപ്ഷൻ എ പയ്യന്നൂരാണ് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാന വേദിയായത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പി കൃഷ്ണപിള്ള, മൊയ്യാരത്ത് ശങ്കരൻ, പി.സി. കുഞ്ഞിരാമൻ അടിയോടി, കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് തിരിച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? എത്ര അംഗങ്ങളാണ്? ഓപ്ഷൻ സി 32 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ സി 32 അംഗങ്ങൾ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം തിരൂരങ്ങാടി, പൊന്നാനി, പയ്യന്നൂർ, കോഴിക്കോട്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ഓപ്ഷൻ സി പയ്യന്നൂർ. ഓപ്ഷൻ സി പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന മാർച്ച് പാസ്റ്റ് ഗാനം രചിച്ചത് ആരാണ്? പന്തളം KP, മൊയ്യാരത്ത് ശങ്കരൻ, അംശി നാരായണപിള്ള, കെ കേളപ്പൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന മാർച്ച് പാസ്റ്റ് ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. ഓപ്ഷൻ സി അംശി നാരായണപിള്ളയാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന മാർച്ച് പാസ്റ്റ് ഗാനം രചിച്ചത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ വാഴ്ക വാഴ്ക ഭാരത സമുദായം വാഴ്ക, വീഴ്ക വീഴ്ക ബ്രിട്ടീഷ് ഭരണം എന്ന ഗാനം പാടിയ ജാഥ അംഗം ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ, കെ കേളപ്പൻ, പി കൃഷ്ണപിള്ള. ആരാണ്? ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ വാഴ്ക വാഴ്ക ഭാരത സമുദായം വാഴ്ക, വീഴ്ക വീഴ്ക ബ്രിട്ടീഷ് ഭരണം എന്ന ഗാനം പാടിയത്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? പി കൃഷ്ണപിള്ള, മൊയ്യാരത്ത് ശങ്കരൻ, PC കുഞ്ഞിരാമൻ അടിയോടി, TR കൃഷ്ണസ്വാമി അയ്യർ. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരനാണ്. ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരനാണ് ഏറ്റെടുത്തത്. ഗാന്ധിയുടെ ആകെയുള്ള 5 കേരള സന്ദർശനത്തിൽ 3 തവണയും ഗാന്ധിജി സന്ദർശിച്ച ആശ്രമം ഏതാണ്? ശിവഗിരി, ആനന്ദാശ്രമം, ശബരി ആശ്രമം, പന്മന ആശ്രമം.
ഗാന്ധിജിയുടെ ആകെയുള്ള 5 കേരള സന്ദർശനത്തിൽ 3 തവണയും ഗാന്ധിജി സന്ദർശിച്ച ആശ്രമമാണ് ശബരി ആശ്രമം. ശബരി ആശ്രമം. ഓപ്ഷൻ സി ശബരി ആശ്രമം. എത്ര തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്? 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920, 1925, 1927, 1934, 1937. എപ്പോഴൊക്കെയാണ്? 1920, 1925, 1927, 1934, 1937. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ദേശീയ നേതാക്കളുടെ പേരിലുള്ള വൃക്ഷത്തോട്ടം എവിടെയാണ്? എവിടെയാണ് ദേശീയ നേതാക്കളുടെ പേരിലുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പെരുവണ്ണാമൊഴിയാണ്. പെരുവണ്ണാമൊഴിയിലാണ് ദേശീയ നേതാക്കളുടെ പേരിലുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഓപ്ഷൻ AK ഗോപാലനാണ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. 1934 ജനുവരി 11 ഹരിജന ഫണ്ട് സമാഹാരത്തിന്റെ ഭാഗമായി വടകര കോട്ടപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകി പ്രസിദ്ധി നേടിയ 16 വയസ്സുകാരി പെൺകുട്ടി ആരാണ്? സുമംഗലി, കൗമുദി, കുട്ടിമാളു, ലക്ഷ്മിക്കുട്ടി. ആരാണ്? ഓപ്ഷൻ ബി കൗമുദിയാണ്. 1934 ജനുവരി 11 ഹരിജന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി വടകര കോട്ടപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകി പ്രസിദ്ധി നേടിയ 16 വയസ്സുകാരി പെൺകുട്ടിയാണ് കൗമുദി. ഓപ്ഷൻ ബി കൗമുദി. കൗമുദിക്ക് ആ അവസരത്തിൽ ഗാന്ധിജി നൽകിയ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ കുറിച്ചു: നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണങ്ങളാണ്. എന്താണ് കുറിച്ചത്? നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ കക്ഷി ചേർക്കുന്നതിനെതിരായും വിലക്കയറ്റത്തിന് എതിരായും 1940 കണ്ണൂരിൽ നടന്ന സമരം ഏതാണ്? ഓപ്ഷൻ ബി മൊറാഴ സമരമാണ്. ഓപ്ഷൻ ബി മൊറാഴ സമരമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ കക്ഷി ചേർക്കുന്നതിനെതിരായും വിലക്കയറ്റത്തിന് എതിരായും 1940 കണ്ണൂരിൽ നടന്ന സമരം മൊറാഴ സമരമാണ്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം എന്ന് വിലയിരുത്തുന്നത് ഏതാണ്? ഏത് സമരമാണ്? ഓപ്ഷൻ ബി മൊറാഴ സമരമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം എന്ന് വിലയിരുത്തുന്നത്. ഓപ്ഷൻ ബി മൊറാഴ സമരമാണ്. പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത് എന്നാണ്? പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത്? ഓപ്ഷൻ ബി 1941 പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1942, 45, 46, 44. എപ്പോഴാണ് കരിവെള്ളൂർ സമരം നടന്നത്? ഓപ്ഷൻ സി 1946 കരിവെള്ളൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ടി കൃഷ്ണൻ, AV കുഞ്ഞമ്പു, K കുഞ്ഞിക്കണ്ണൻ, പുതിയിടത്ത് രാമൻ. കരിവെള്ളൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് AV കുഞ്ഞമ്പു ആണ്. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കൗമുദി ടീച്ചർ, കുട്ടിമാളു അമ്മ, K ദേവയാനി, കാർത്യായനി അമ്മ. ആരാണ്? K ദേവയാനിയാണ് കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത്. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ആരാണ്? അരുണ അസഫ് അലിയാണ്. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. വിത്തിട്ടവൻ വിള കൊയ്യും എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമാണ്? മേച്ചിൽ പുല്ല് സമരവുമായി ബന്ധപ്പെട്ടതാണ് വിത്തിട്ടവൻ വിള കൊയ്യും എന്ന മുദ്രാവാക്യം. മേച്ചിൽ പുല്ല് സമരവുമായി ബന്ധപ്പെട്ടതാണ്. തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നു തടുത്താലും. ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? തോലും വിറകും. അങ്ങനെ കണക്ട് തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ടതാണ് തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നു തടുത്താലും എന്ന മുദ്രാവാക്യം. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കാർത്യായനിയാണ് തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത്.
ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ. ആരാണ് ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു എന്നറിയപ്പെടുന്നത്? ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി ആരാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി? ഓപ്ഷൻ ഡി ബാരിസ്റ്റർ GP പിള്ളയാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പിട്ടതും അത് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതും ആരാണ്? ഓപ്ഷൻ സി KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പിട്ടതും അത് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതും. മലയാളി മെമ്മോറിയലിന് എതിരായി സമർപ്പിക്കപ്പെട്ട ഹർജി? ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, പൗരസമത്വം ഹർജി, നിവർത്തന ഹർജി. ഏതാണ്? ഓപ്ഷൻ ബി എതിർ മെമ്മോറിയൽ ആണ് മലയാളി മെമ്മോറിയലിന് എതിരായി സമർപ്പിക്കപ്പെട്ട ഹർജി. എതിർ മെമ്മോറിയൽ. ഓപ്ഷൻ ബി എതിർ മെമ്മോറിയൽ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഓപ്ഷൻ സി കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. കേരളൻ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ആരാണ്? കേരളൻ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ എതിർക്കും എന്നത് ഏതു പത്രാധിപരുടെ ഉദ്ധരണിയാണ്? ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ എതിർക്കും എന്നത് ഏതു പത്രാധിപരുടെ ഉദ്ധരണിയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, മൂർക്കോത്ത് കുമാരൻ, P രാജഗോപാലാചാരി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? ഓപ്ഷൻ എ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് നമ്മുടെ ഉത്തരം. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ എതിർക്കും എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എങ്ങോട്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത്? എങ്ങോട്ടാണ്? ഓപ്ഷൻ സി മദ്രാസിലോട്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഓപ്ഷൻ വായിച്ചാൽ കിട്ടും. എന്റെ വഴിയമ്പലങ്ങൾ, ആത്മകഥ, മണ്ണിനു വേണ്ടി, എന്റെ നാടുകടത്തൽ. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി എന്റെ നാടുകടത്തൽ എന്നതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയുടെ പേര്. കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, K കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, IK കുമാരൻ മാസ്റ്റർ. കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. IK കുമാരൻ മാസ്റ്റർ എന്താണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? എന്താണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. ഓപ്ഷൻ ഡി IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി TK മാധവനാണ് ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. TK മാധവൻ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണം. ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ്? ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം.
തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കടക്കൽ സമരം, മൊറാഴ സമരം, പുന്നപ്ര വയലാർ സമരം, ശുചീന്ദ്രം സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരമാണ് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തെ ആധാരമാക്കി ഉലക്ക എന്ന കൃതി രചിച്ചത് ആരാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആധാരമാക്കി ഉലക്ക എന്ന കൃതി രചിച്ചത് പി കേശവദേവാണ്. പി കേശവദേവാണ് പുന്നപ്ര വയലാർ സമരത്തെ ആധാരമാക്കി ഉലക്ക എന്ന കൃതി രചിച്ചത്. പി കേശവദേവാണ്. തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏതാണ്? ഒന്നാം സന്ദർശനം, രണ്ടാം സന്ദർശനം, നാലാം സന്ദർശനം, അഞ്ചാം സന്ദർശനം. ഏതാണ്? തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏതാണ്? അഞ്ചാം സന്ദർശനമാണ്. 1937 അഞ്ചാം സന്ദർശനത്തെയാണ് തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അയിത്തത്തിന് എതിരായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? അയിത്തത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. ഓപ്ഷൻ ബി തളിക്ഷേത്ര പ്രക്ഷോഭമാണ് അയിത്തത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണം എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി കാക്കിനഡ സമ്മേളനമാണ്. കാക്കിനഡ സമ്മേളനത്തിലാണ് അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണം എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം. അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂത്തോട്ട സംഭവം. ഏതാണ്? ഓപ്ഷൻ ഡി പൂത്തോട്ട സംഭവമാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സമരത്തിന്റെ വിജയത്തെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സമരത്തിന്റെ വിജയത്തെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം സമരത്തിന്റെ വിജയത്തെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഓപ്ഷൻ എ കെ കേളപ്പനാണ്. ഓപ്ഷൻ എ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത്. പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ചത് ആരെയാണ്? പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓപ്ഷൻ ബി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ് പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ചത്. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. ഗുരുവായൂർ സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, P കൃഷ്ണപിള്ള, K കേളപ്പൻ. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും എന്ന് പറഞ്ഞത് P കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ സി P കൃഷ്ണപിള്ളയാണ് പറഞ്ഞത്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര്? ആരാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. പാലിയം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? പാലിയം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? AG വേലായുധനാണ്. AG വേലായുധൻ. പാലിയം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് AG വേലായുധൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ കേരള ഗാനം എന്ന ഗീതം രചിച്ചത്
ആരാണ്? ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗീതം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ബോധേശ്വരനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ കേരള ഗാനം എന്ന ഗീതം രചിച്ചത് ബോധേശ്വരനാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി കണക്കാക്കുന്നത്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠ സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങ് ഏതാണ്? പന്തി ഭോജനം, സമപന്തി ഭോജനം, തൂവയൽ പന്തി കൂട്ടായ്മ, പ്രീതി ഭോജനം. ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠ സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങാണ് തൂവയൽ പന്തി കൂട്ടായ്മ. ഓപ്ഷൻ സി തൂവയൽ പന്തി കൂട്ടായ്മ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരുടെ മനസ്സിലും എന്താണ് ഉത്തരം വരുന്നത്? ശ്രീനാരായണ ഗുരു അല്ലേ ഉത്തരം വരുന്നത്? ശ്രീനാരായണ ഗുരു എന്നാണ് ഉത്തരം വരുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരു അല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് അദ്ദേഹം. ആരാണ്? ഓപ്ഷൻ ബി തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യ സ്വാമികളാണ്. തൈക്കാടയ്യാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത്. തൈക്കാടയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് തൈക്കാടയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, സ്വാതി തിരുനാൾ, അവിട്ടം തിരുനാൾ. ആരാണ്? ഓപ്ഷൻ സി സ്വാതി തിരുനാളാണ്. തൈക്കാടയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. മൂക്കുത്തി സമരം നടന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി പന്തളത്താണ് മൂക്കുത്തി സമരം നടന്നത്. ഓപ്ഷൻ ബി പന്തളമാണ് ഉത്തരം. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര്? ആരാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്? ആരാണ്? സർദാർ KM പണിക്കർ, ജി ശങ്കരക്കുറുപ്പ്, ONV, സ്വാമി വിവേകാനന്ദൻ. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ജി ശങ്കരക്കുറുപ്പ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈഴവ സമാജം, പ്രാർത്ഥനാ സമാജം, വാവൂട്ടി യോഗം, ഈഴവ മഹാസഭ. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ്. ഓപ്ഷൻ സി വാവൂട്ടി യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എൻ്റെ ഈ ലോക സഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, അയ്യങ്കാളി. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ ആണ് പറഞ്ഞത്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ത് പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എൻ്റെ ഈ ലോക സഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗാന്ധിജി ശിവഗിരിയിൽ എത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എപ്പോഴാണ്? 1925 മാർച്ച് 12-നാണ്. 1925 മാർച്ച് 12. 1925 മാർച്ച് 12-നാണ് ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം. 1925 മാർച്ച് 12. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് ഉത്തരം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഓപ്ഷൻ സി ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതി. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത്
ആരാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, ശ്രീനാരായണ ഗുരു. ആരാണ് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. സരോജിനി നായിഡു എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ അറിയപ്പെടുന്നുണ്ടല്ലോ ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെ കുറിച്ചാണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? ജി ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, സർദാർ കെ എം പണിക്കർ, വി പി മേനോൻ. ആരാണ്? ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കരാണ് മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത്. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ ആരുടെയാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ്? വി പി മേനോൻ, ജി പി പിള്ള, കെ കേളപ്പൻ, ടി കെ മാധവൻ. ആരെയാണ് തെരഞ്ഞെടുത്തത്? കേരള ഗാന്ധിയെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. കെ കേളപ്പനാണ് നമ്മുടെ ഉത്തരം. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? കെ കേളപ്പനാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത്. കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ച നവോത്ഥാന നായകൻ. ഞങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മുടിപ്പുലി കിളിക്കും. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയുടെ വാക്കുകളാണ്. ഞങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മുടിപ്പുല്ല് കിളിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. മോക്ഷപ്രദീപം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. എന്നാൽ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. മോക്ഷപ്രദീപം എന്ന കൃതിയുടെ രചയിതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാനാണ്. ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്
ആരാണ്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. അതുപോലെ തന്നെ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്